ഭക്തരുടെ താൽപര്യം സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുണ്ടെന്ന് ഹൈക്കോടതി. അരവണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഏലക്കയിൽ അനുവദനീയമായ അളവിൽ കൂടുതൽ കീടനാശിനി സാന്നിധ്യമുണ്ടെന്നും ഇത് സുരക്ഷിതമല്ലെന്നും കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി റിപ്പോർട്ട് നൽകിയിരുന്നു. ഇത് പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. കേരളത്തിൽ എല്ലാ ദിവസവും ഭക്ഷ്യവിഷബാധയുണ്ടാകുന്നു. ഇതെങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ആലോചിക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. സുവി വിശ്വനാഥൻ വിവരങ്ങളുമായി ചേരുന്നു. സുവി, ശബരിമലയിൽ അരവണയിൽ ഉപയോഗിക്കുന്ന ഏലക്കയുമായി ബന്ധപ്പെട്ടാണ് കോടതി നടപടികളെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ഓരോ സാധാരണക്കാരനും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് വരെ ഗുണകരമാകാവുന്ന ഇടപെടലുകളാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്ത് നിർദ്ദേശമാണ് ഇക്കാര്യത്തിൽ കോടതി നൽകിയത്? രേണുക, ശബരിമലയിൽ ഭക്തരുടെ താൽപര്യം സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. സർക്കാരിനാണ് ഈ ഉത്തരവാദിത്തമുള്ളത്. അരവണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഏലക്കയിൽ അനുവദനീയമായ അളവിൽ കൂടുതൽ കീടനാശിനി സാന്നിധ്യമുണ്ടെന്നും ഇത് സുരക്ഷിതമല്ലെന്നും കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ട് പരിഗണിക്കവെയാണ് ഇത്തരത്തിൽ ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ എല്ലാ ദിവസവും ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നു. ഒപ്പം തന്നെ കുഴിമന്തി മൂലമുണ്ടായ മരണവും കോടതി പരാമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും എന്നാണ് സർക്കാരിനോട് ഹൈക്കോടതി ചോദിക്കുന്നത്. ജനങ്ങൾ ഇക്കാര്യങ്ങളൊന്നും കാര്യമായി എടുക്കുന്നില്ലേ? ഇത് പ്രതിരോധിക്കേണ്ട കാര്യങ്ങളാണ്. കേരളത്തിൽ എല്ലാ ദിവസവും ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നു എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം എന്ത് കുഴപ്പമുണ്ടായാലും ഏലക്ക വിതരണം ചെയ്യുന്ന കരാറുകാരൻ ഉൾപ്പെടെ ബാധ്യസ്ഥനായിരിക്കും എന്നും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിശദീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഏതായാലും വലിയൊരു നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ശബരിമലയിൽ അരവണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഏലക്ക ഭക്ഷ്യയോഗ്യമല്ല എന്ന് കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയാണ് റിപ്പോർട്ട് നൽകിയത്. അനുവദനീയമായ അളവിൽ കൂടുതൽ കീടനാശിനി സാന്നിധ്യമുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന 14 കീടനാശിനികളുടെ സാന്നിധ്യവും FSSAI എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റിപ്പോർട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് പരിഗണിച്ചത്. ഈ ദേവസ്വം ബെഞ്ചിന്റെ പരിഗണനയ്ക്കിടെയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. രേണുക, ശരി. സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്.